തമിഴ്നാട്ടിലെ മനോഹരമായ നഗരമായ തഞ്ചാവൂർ കല, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു പ്രധാന സ്ഥലമാണ്. ചോള രാജവംശത്തിന്റെ 250 വർഷത്തെ ഭരണകാലത്ത് ഈ നഗരം തലസ്ഥാനമായിരുന്നു. ഈ നഗരത്തിൽ കാണാനും പരിവേഷണം ചെയ്യാനും ധാരാളമുണ്ട് എന്നതുകൂടാതെ നഗരത്തിന്റെ എല്ലാ കോണിലും നിന്ന് നമുക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കാനും സാധിക്കും. തഞ്ചാവൂരിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം ചോളരുടെ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും വൈദഗ്ധ്യവും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ബൃഹദീശ്വര ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ചോള രാജവംശത്തിന്റെ ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മഹത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം AD 1035 പൂർത്തീകരിച്ചു. ഇപ്പോൾ ഈ ക്ഷേത്രം തകർന്ന മതിലുകൾക്കിടയിലും തലയുയർത്തി നിൽക്കുന്നു. ഇവിടെയുള്ള ക്ഷേത്രഗോപുരത്തിന് 55 മീറ്റർ ഉയരമുണ്ട് എന്നതുകൂടാതെ ഇവയ്ക്ക് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവുമായി സാമ്യവുമുണ്ട്. ഈ ക്ഷേത്രം തഞ്ചാവൂരിലെ ക്ഷേത്രവുമായി എങ്ങനെ സാദൃശ്യം പുലർത്തുന്നു എന്നതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് ഗംഗാ പ്രദേശത്തിനും പാലാ രാജവംശത്തിനുമെതിരായ വിജയം അടയാളപ്പെടുത്താനാണ്. എന്നാൽ തഞ്ചാവൂരിലെ വലിയ ക്ഷേത്രം പണികഴിപ്പിച്ച തന്റെ പിതാവ് രാജരാജ ചോളൻ ഒന്നാമനേക്കാൾ വലുതായി സ്വയം ചിത്രീകരിക്കാൻ രാജേന്ദ്ര ചോളൻ ആഗ്രഹിച്ചിരുന്നതായി അവർ വ്യക്തമാക്കുന്നു. അതിനാൽ അതേ പേരിലും ശൈലിയിലും അദ്ദേഹം മറ്റൊരു ക്ഷേത്രം പണിതുവെങ്കിലും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിതാവിന്റെ ക്ഷേത്രം തന്നേക്കാൾ വലുതാണെന്ന് അദ്ദേഹം ധാരണയിലെത്തി. AD 1035 ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. 170 മീറ്റർ ഉയരവും 98 മീറ്റർ വീതിയുമുള്ള ഒരു നടുമുറ്റത്തോടുകൂടിയ ഉയർന്ന ഘടനയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ 13 അടി ഉയരമുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് ശിവനെ പ്രതിനിധീകരിക്കുന്നത്. തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഒരു നേർരേഖയിലാണുള്ളത് എങ്കിൽ ഇവിടെ അതൊരു വളഞ്ഞ രേഖയായി 8 സോണുകളായി തരംതിരിച്ചിരിക്കുന്നു. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ പിതാവ് രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ച തഞ്ചാവൂർ ദേവാലയത്തെക്കാൾ ചെറുതാക്കാൻ ഉദ്ദേശിച്ചാണ് ഈ സവിശേഷതയിൽ ചെയ്തത് എന്ന് വിദഗ്ധർ പറയുന്നു. ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ 4 മീറ്റർ ഉയരമുള്ള ലിംഗത്തെ സ്പർശിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ രാജകുടുംബത്തിന് സ്വകാര്യത നൽകുന്നതിനായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ 2 മതിലുകളായി ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രധാനമായുള്ള ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം സരസ്വതി ദേവിയുടെ മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. എല്ലാ ചോള രാജാക്കന്മാരുടെയും ചരിത്രം ക്ഷേത്രത്തിന്റെ ചുവരുകളിലും ചെമ്പ് തകിടുകളിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. സൂര്യപ്രകാശം ശ്രീകോവിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് നന്ദിയുടെ വിഗ്രഹം കൊത്തിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ചന്ദ്രകാന്ത എന്നറിയപ്പെടുന്ന ഒരു കല്ല് ശ്രീകോവിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത് വേനൽക്കാലത്ത് പ്രദേശത്തെ തണുപ്പിക്കാൻ സഹായിക്കുകയും ശൈത്യകാലത്ത് പ്രദേശത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. 19ാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതായി പറയപ്പെടുന്ന 5 ആരാധനാലയങ്ങളും ഒരു സിംഹക്കിണറും ഇവിടെ കാണാൻ സാധിക്കും. ഇവ കൂടാതെ ശ്രീകോവിലിന്റെ ചുവരുകൾക്ക് ചുറ്റും 50ഓളം വിചിത്രമായ ശില്പങ്ങളുമുണ്ട്. ചോളരുടെ കലാശില്പത്തിന്റെ പ്രത്യേകതകളുള്ള സമ്പന്നമായ കൊത്തുപണികൾ ക്ഷേത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്നും എടുത്തതായി വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ ഗോപുരങ്ങളിൽ സങ്കീർണമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ കൊത്തുപണികളും ഗ്രാനൈറ്റ് കല്ലുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചുമരുകളും മേൽക്കൂരകളും അതിമനോഹരമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ചോളന്മാർ നിർമ്മിച്ച മറ്റേതൊരു ക്ഷേത്രത്തെയും പോലെ ഈ ക്ഷേത്രവും സർഗാത്മകതയും ചോളരുടെ കലാപരമായ അഭിരുചി കാണിക്കുന്നവയുമാണ്. ഗണപതി, സരസ്വതി ദേവി, ശിവപാർവതി, അർദ്ധനാരീശ്വരൻ, നൃത്തം ചെയ്യുന്ന നടരാജൻ എന്നിവരുടെ ശില്പങ്ങളാണ് ക്ഷേത്രത്തിലെ ഏറ്റവും മനോഹരമായ ശില്പങ്ങൾ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, ധാരാസുരത്തിലെ ഐരാവതേശ്വര ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം ഈ വാസ്തുവിദ്യാ വിസ്മയവും ലോക പൈതൃക സ്ഥലമെന്ന പദവി നൽകി ആദരിക്കപ്പെടുന്നു. എന്നിരുന്നാലും 2004 മാത്രമാണ് ഈ ക്ഷേത്രത്തെ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്.